വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ഇന്ത്യ 3 ലക്ഷം കോടിയിൽ പരം രൂപ ചെലവിട്ട് വളരെ വലിയൊരു പ്രതിരോധ കരാറിന് ഒരുങ്ങുന്നു. അതിൽ 114 റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും നാം ലേറ്റസ്റ്റ് ആയുള്ള ന്യൂസ് കണ്ടു. ഇപ്പോൾ വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്നൊരു വമ്പൻ ഓഫറാണ്. അതെന്തെന്നാൽ Su-57 സുഖോയ് 57 ഫൈറ്റർ എയർക്രാഫ്റ്റ് വളരെയധികം ഫീച്ചേഴ്സോട് കൂടി വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് നൽകാമെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ഇന്ത്യക്ക് അപ്രാപ്യമാകും, അല്ലെങ്കിൽ ഇന്ത്യ ഇത് വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ റഷ്യ 50% ഡിസ്കൗണ്ടിൽ ഓഫറിലാണ് Su-57 ഇന്ത്യക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യ അറിയിച്ചിരിക്കുന്നത് എന്തെന്നാൽ ഈ Su-57 ഡെഡിക്കേറ്റഡ് ഫോർ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ യുദ്ധവിമാനം എന്നാണ് ഇപ്പോൾ റഷ്യ അറിയിച്ചിരിക്കുന്നത്. ഈ ഓഫറിൽ റഷ്യ അറിയിച്ചിരിക്കുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അൺറെസ്ട്രിക്റ്റഡ് ടെക്നോളജി ട്രാൻസ്ഫർ ആണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം പ്രൊഡക്ഷൻ ആൻഡ് ലൈസൻസ് ഇന്ത്യയിൽ തന്നെ HALുമായി സഹകരിച്ച് ഇന്ത്യയിൽ തന്നെ ഇത് നിർമ്മിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും ഈ ഒരു ചർച്ചയിൽ, ഈ ഒരു ഓഫറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആംക എഞ്ചിൻ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യ സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ സുഖോയ് 30 MKI ഫ്ലീറ്റുമായി ചേർന്നുള്ള ഒരു ഇന്റഗ്രേഷൻ തന്നെയാണ് സുഖോയ് 57ലും റഷ്യ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 114 റാഫേലുകൾക്കായി 3 ലക്ഷം കോടിയിൽ പരം രൂപ ഇന്ത്യ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു. ആ ഒരു തുകയ്ക്ക് 200-ലധികം സുഖോയ് 57 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യ അറിയിച്ചിരിക്കുന്നത്. 114 റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്ന സ്ഥാനത്ത് അതേ വിലയ്ക്ക്, അതേ പൈസയ്ക്ക് 200-ൽ പരം സുഖോയ് 57 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് ലഭിക്കും റഷ്യയിൽ നിന്ന്. അതും എല്ലാ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി തന്നെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അവ നിർമ്മിക്കാനും സാധിക്കും. അതുപോലെ ആംക എഞ്ചിൻ പ്രൊഡക്ഷനുമായും സഹകരിക്കാമെന്നും റഷ്യ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കുമോ അതോ ഈ ഓഫർ തള്ളിക്കളയുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടത്. ഇന്ത്യ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ എന്തെന്നാൽ, ലിമിറ്റഡ് നമ്പറിൽ, വളരെ ലിമിറ്റഡ് നമ്പർ സുഖോയ് 57 റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി ലിമിറ്റേഷൻ, വളരെ കുറഞ്ഞ രീതിയിൽ ഒരു ഉൽപാദനം ഇന്ത്യയിൽ നടത്താനും സാധ്യതയുണ്ട് രണ്ടാമത്തെ ഓപ്ഷനായി. ഒന്നാമത്തെ ഓപ്ഷൻ ലിമിറ്റഡ് നമ്പർ സുഖോയ് 57 റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങാം. രണ്ടാമത്തെ ഓപ്ഷനായി പറയപ്പെടുന്നത് എന്തെന്നാൽ സുഖോയ് 57 HALുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷനായി പറയപ്പെടുന്നത് സുഖോയ് 57ൽ ഇന്ത്യയുടെ സോഫ്റ്റ്വെയറും മിഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, പേരിന് റഷ്യൻ മെയ്ഡ് സുഖോയ് 57 എന്നാണെങ്കിലും അതൊരു ഇന്ത്യൻ ടെക്നോളജി ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കുക എന്നൊരു വാർത്തയും വരുന്നുണ്ട്. ഈ ഒരു 3 ഓപ്ഷനിൽ ഏതായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്ന കാര്യത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ടി വരും. കാരണം എന്തെന്നാൽ ഈ ഒരു റാഫേൽ 114 റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ഡീൽ അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് റഷ്യയുടെ സുഖോയ് 57 ഓഫറും ഇന്ത്യക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും സുഖോയ് 57 വേണ്ട എന്ന് വെക്കുകയില്ല. എത്ര എണ്ണം ഏതൊക്കെ തരത്തിലായിരിക്കും വാങ്ങുക എന്നുള്ളതിലാണ് തീരുമാനമാകേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുമ്പോൾ നാം ഇപ്പോൾ 114 റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നത് റാഫേൽ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ മാത്രമല്ല, അതോടൊപ്പം വെപ്പൺ സിസ്റ്റം ഉണ്ട്, അതോടൊപ്പം അൺലിമിറ്റഡ് റിപ്പയർ ഫെസിലിറ്റിയും ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്താണ് ഈ ഒരു തുകയ്ക്ക് 114 റാഫേലുകൾ ഇന്ത്യ വാങ്ങുന്നത്. എന്നാൽ റഷ്യ ഓഫർ ചെയ്തിരിക്കുന്ന സുഖോയ് 57ൽ ഈ ഒരു വെപ്പൺ സിസ്റ്റമോ അതുപോലെ തന്നെ അൺലിമിറ്റഡ് റിപ്പയർ ഫെസിലിറ്റി ഒന്നും തന്നെ പറയപ്പെടുന്നില്ല. അതിനു വേണ്ടിയെല്ലാം നാം വളരെ വലിയ ഭീമമായ തുക ഇതിന് പുറത്ത് എക്സ്ട്രായായി ചിലവഴിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ഒരു സുഖോയ് 57 ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ റഷ്യ ഉപയോഗിക്കുന്നത് എത്ര എണ്ണം എന്ന് കേട്ടാൽ നാം ഞെട്ടിപ്പോകും. സുഖോയ് 57 വളരെ കുറഞ്ഞ നമ്പറിൽ മാത്രമേ റഷ്യ പോലും ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. 22 മുതൽ 30 സുഖോയ് 57 മാത്രമാണ് റഷ്യ ഉപയോഗിക്കുന്നത്. ലോകത്ത് മറ്റൊരു രാജ്യവും വലിയ ഒരു അളവിൽ, വലിയ എണ്ണം, ഇത് 200-300 സുഖോയ് 57 അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതിനാൽ തന്നെ ഇത് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലാണ് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്ക ഏർപ്പെടുത്താൻ പോകുന്ന ഉപരോധങ്ങൾ, S-400 എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്ന് വാങ്ങിയപ്പോൾ തന്നെ അമേരിക്ക ഉണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്കറിയാം. ഇപ്പോഴും S-57 വലിയൊരു നമ്പറിൽ റഷ്യയിൽ നിന്ന് വാങ്ങുക എന്ന് വെച്ചാൽ അവിടെയും അമേരിക്ക ഇടപെടും, ഉപരോധത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിലൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്.
എന്നാൽ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരിക്കലും ഇന്ത്യ സുഖോയ് 57 ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ട എന്ന് വെക്കുകയില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. റാഫേലിനോടൊപ്പം തന്നെ സുഖോയ് 57നെയും ഇന്ത്യ വാങ്ങും. അത് അപ്ഗ്രേഡ് ചെയ്ത സുഖോയ് 57നെയും ഇന്ത്യ വാങ്ങും. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് സുഖോയ് 57 എത്ര എണ്ണം എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.